നമ്മൾ ഇന്നൊരു യാത്ര പോവുകയാണ്. എങ്ങോട്ടാണെന്നല്ലേ? ഗുജറാത്തിലോട്ട്. ഗുജറാത്തിൽ എന്താണെന്ന് വഴിയെ പറയാം. ഞങ്ങൾ തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ട് ലക്ഷ്യമാക്കി പോവുകയാണ്. നേരം ഇരുട്ടിത്തുടങ്ങി, രാത്രിയാണ് ഫ്ലൈറ്റ്. അപ്പം ഗുജറാത്തിൽ പോയി ഇനി അവിടുത്തെ വിശേഷങ്ങൾ പറയാം. നേരെ ഇനി എയർപോർട്ടിലോട്ട്. ഫ്രണ്ടിലത്തെ വണ്ടി അത്ര ശരിയല്ല, ഓവർടേക്ക് ചെയ്തോളാം. ഓവർടേക്ക് ചെയ്ത് നമ്മളിതാ ഫ്ലൈറ്റിനുള്ളിൽ എത്തി. എങ്ങനെയുണ്ടിത്? കൊള്ളാമല്ലേ? മായവുമല്ല മന്ത്രവുമല്ല, കുറച്ച് ഭാഗങ്ങൾ ഞാനങ്ങ് കട്ട് ചെയ്തതാണ്. നമ്മൾ നമ്മുടെ വീട് വിട്ട് വേറൊരു സ്ഥലത്തോട്ട് പോകുമ്പോൾ ചില രംഗങ്ങളില്ലേ, അതൊന്നും കാണിക്കണ്ടെന്ന് കരുതി. അതൊക്കെ നമ്മുടെ മാത്രമല്ലേ. ഫ്ലൈറ്റ് പതുക്കെ വിട്ടു തുടങ്ങി. ഇനി നേരെ ഗുജറാത്തിലോട്ടാണ് പോകുന്നത്. അവിടെ സർദാർ വല്ലഭായ് പട്ടേൽ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ എന്താ ഫ്ലൈറ്റ് പോവുകയാണ്. ടോർച്ച് അടിക്കുന്ന പോലെ ഫ്ലൈറ്റിൻ്റെ ചിറകിൽ നിന്നും ലൈറ്റ് അടിക്കുന്ന കണ്ടു ഗൈസ്. അതാ നമ്മൾ പതുക്കെ റൺവേയിലോട്ട് കടക്കുകയാണ്. ഇവിടെ നിന്നും അവരുടെയൊക്കെ പെർമിഷൻ ഉണ്ടെങ്കിലേ ഫ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുകയുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിക്കളയാം. ഇത്ര പെട്ടെന്ന് പെർമിഷൻ തന്നു ഗൈസ്. അതാ നമ്മൾ പറന്നു പോകുകയാണ്. വിമാനത്തിന് വല്ലാതെ വേഗം വർദ്ധിച്ചു. പതുക്കെ അതാ ആകാശത്തിലേക്ക് ഉയരുന്നു. വാ, സൂപ്പർ അടിപൊളി വ്യൂസാണ് ഗൈസ്. നോക്കൂ, ഫുൾ ലൈറ്റ്. എൻ്റെ ട്രിവാൻഡ്രം ഇത്ര ലൈറ്റിൽ ഇങ്ങനെ നിൽക്കുന്നത് ഉത്സവപ്പറമ്പിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോഴതാ ഫ്ലൈറ്റിന് മുകളിൽ കൂടി ഞാൻ ഇതെല്ലാം കാണുന്നു. അടിപൊളി, സൂപ്പർ. റിവറിൽ പോകണ കൊണ്ടല്ലോ അതൊക്കെ ലൈറ്റ്. ഫ്ലൈറ്റ് ഒന്ന് നേരെ നിന്നു ഗൈസ്. ഇപ്പോൾ താഴത്തോട്ട് ഞാൻ കാര്യമായി നോക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്കറിയത്തില്ല. നോക്കിക്കളയാം. ഓക്കെ, അതൊക്കെ എന്താണെന്ന്. കൊള്ളാം, തിരുവനന്തപുരം കൊള്ളാം. ഇനി എങ്ങനെയാണ് അഹമ്മദാബാദ് ഗുജറാത്തിലെന്ന് നമുക്കറിയണ്ടേ. നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിൽ തിരിഞ്ഞിരിക്കുന്നു. ഇതാണ് രാവിലത്തെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ വ്യൂസ്. ഈ എയർപോർട്ട് വളരെ വലുതാണ്. നമുക്കത് പിന്നീട് കാണാം. തൽക്കാലം നമുക്ക് പുറത്തിറങ്ങിയിട്ട് കാണാം. പുറത്തിറങ്ങിയെന്ന് പറഞ്ഞാൽ ഉടനെ ഞാൻ ജമ്പ് ചെയ്ത് പിന്നെ കാറിൽ കയറിയിട്ടുണ്ട്. ആ നിൽക്കുന്നതാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അദ്ദേഹത്തിൻ്റെ സ്റ്റാച്ചു ആണിത്. ഇനി എന്തിനാണ് അഹമ്മദാബാദ് വന്നതെന്ന് പറയാം. ചെറുതായിട്ടൊന്ന് കല്യാണം കഴിച്ച് ഞാൻ കേരളത്തിൽ നിന്നും അഹമ്മദാബാദിലോട്ടാണ് വന്നിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളായി. ഇടയ്ക്ക് ഒന്ന് ഞാൻ നാട്ടിൽ പോയി. തിരിച്ചു വരുന്ന വഴിയാണ് ഞാൻ വിചാരിച്ചത് ഒരു വ്ലോഗ് ഒന്ന് തുടങ്ങിക്കളയാം. ഇപ്പോൾ എന്നെ പിക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന വഴിയിലെ കാഴ്ചകളാണ് കാണുന്നത്. നിങ്ങൾക്ക് ഞാനിനി എൻ്റെ അഹമ്മദാബാദിലെ വിശേഷങ്ങൾ പറഞ്ഞു തരാം. അതിനുവേണ്ടി നിങ്ങൾ വെയിറ്റ് ആൻഡ് സീ. ജയ് ഹിന്ദ്.